മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ കേരളം ചർച്ച ചെയ്യുകയാണ്. മിനിഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞത് ജി സുധാകരനെ കുറിച്ച് ചെറ്റയെന്നാണ്. ഇതിൻ്റെ മുമ്പ് ഇവിടെ ബഹുമാനായ താമരശ്ശേരി ബിഷപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നികൃഷ്ടജീവി എന്നാണ്. കൊല്ലം MP കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? പരനാറി പ്രയോഗമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അപ്പോൾ ഇന്നൊരു പൊതുയോഗം പ്രസംഗത്തിൽ ഇലക്ഷൻ യോഗത്തിൽ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ യോഗത്തിൽ ചോദ്യങ്ങൾ ഉയരും. നമ്മളൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല. ഒരു സാധാരണ വോട്ടർ അവിടെ നിന്നും ചോദിക്കുമ്പോൾ കോന്നിയിലെ ഒരു ഇലക്ഷൻ പ്രചരണത്തിലാണെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ്? ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന്. ഇത്രയും ധിക്കാരികളും അഹങ്കാരികളുമായിട്ടുള്ള ആളുകളാണ് കേരളം ഭരിക്കുന്നതും കേരളം നയിക്കുന്നതും. അപ്പം ഞാനൊരു വാക്കുപയോഗിച്ചു, മരുമോനിസം. അതൊരു വലിയ പാതകമായിട്ട് മുഹമ്മദ് റിയാസും അദ്ദേഹത്തിൻ്റെ ടീമും കൊണ്ടു നടക്കുകയാണ്. അതിലെന്താണ് ഒരു അപാകത? എന്താണ് അതിലൊരു എന്താ പറയുക, നമ്മളെ സമൂഹത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണതൊരു ചീത്തപ്പേര്? അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം, അദ്ദേഹത്തിൻ്റെ ധിക്കാരം, ഈ പറയുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി ഇല്ല, ഇവിടെ മനുഷ്യർക്ക് മരുന്നില്ല, ഇത് പൂട്ടിപ്പോയി കിടക്കുന്ന സബ് സെൻ്ററുകൾ. ഈ ഒരു ഘട്ടം നിൽക്കുമ്പോൾ 4.5 കോടി രൂപ അദ്ദേഹത്തിൻ്റെ മാത്രം ഉപയോഗിക്കുന്ന PWD റെസ്റ്റ് ഹൗസ് പുനർനിർമ്മിക്കാൻ ചെലവഴിച്ചിരിക്കുകയാണ്. അതാണ് മരുമോനിസം. ആ രീതിയിൽ 5 പൈസ ഇല്ല എന്ന് പറയുമ്പോൾ 25 കോടി രൂപയാണ് ബേപ്പൂരിലെ ഫെസ്റ്റ് എന്ന പേരിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകൾ. അതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റീൽസിന് വേണ്ടി അദ്ദേഹം ഒരു റീലിന് 2 മിനിറ്റിന് 10 ലക്ഷം ചിലവാക്കാൻ ഈ ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുമതിയുടെ പേരാണ് ഈ പറയുന്ന മരുമോനിസം. അപ്പോൾ ഞാനത് രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ എന്നെ വ്യക്തിഹത്യ നടത്തുകയും നാട്ടിലുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാന്യരായ വ്യക്തികളെ ചെറ്റയെന്നും പരനാറിയെന്നും അപരിഷ്കൃതനെന്നൊക്കെ മുഖ്യമന്ത്രിക്ക് വിളിക്കാമെങ്കിൽ അത് കേരളം വിലയിരുത്തട്ടെ. എനിക്കതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. അപരന്മാരെ ഭയമുണ്ടോ? അപരന്മാരെന്തിനു ഭയക്കുന്നു? ജനങ്ങൾ അത്ര ബോധമില്ലാത്തവരാണ് എന്ന് മുഹമ്മദ് റിയാസ് ബേപ്പൂരിലെ ജനങ്ങളെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് തിരുത്തും. നമ്മുടെ പ്രവർത്തകർ വീട് കയറി ഇറങ്ങിയിട്ട് PV അൻവർ ഏതാണ്, എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവരെ പഠിപ്പിക്കും. അതിൽ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല.